മുടങ്ങിക്കിടന്ന പല പദ്ധതികളുമാണ് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞത്. ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖം എന്നതല്ല വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകത. രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണത്. അതിൻ്റെ ആദ്യഘട്ടം വിജയകരമായി തന്നെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു. പ്രതീക്ഷിച്ചതിന് മുൻപ് തന്നെ കമ്മീഷൻ ചെയ്യാനായി. അതിനുശേഷം അതിൻ്റെ പ്രവർത്തന മികവ് പരിശോധിച്ചാലും അഭിമാനകരമായ നേട്ടം അതുണ്ടാക്കുകയാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് നമ്മുടെ നാടിന് ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ തുരങ്കപാതയും. ഇത്തരം നേട്ടങ്ങൾ നമ്മൾ കയ്യെത്തിപ്പിടിച്ചത് എളുപ്പത്തിലായിരുന്നില്ല. ഒരുപാട് പരിമിതികൾ, ഒരുപാട് വൈതരണികൾ, ഒരുപാട് എതിർപ്പുകൾ, അങ്ങനെ പലതിനെയും മറികടന്നാണ് ഇത്രയും ബൃഹത്തായ അടിസ്ഥാന സൗകര്യങ്ങൾ സാധ്യമാക്കാൻ നമുക്കായത്. അടിക്കടി ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ, സാമ്പത്തിക പരിമിതികൾ, ഇന്ത്യ ഗവൺമെൻറ് സൃഷ്ടിച്ച സാമ്പത്തിക പ്രശ്നങ്ങൾ, സ്ഥാപിത താല്പര്യത്തോടെയുള്ള ചിലരുടെ ഇടപെടലുകൾ, അങ്ങനെ എത്ര പ്രതിബന്ധങ്ങൾ നമ്മുടെ പദ്ധതികളുടെ മുന്നിൽ വന്നു ചേർന്നു. പക്ഷേ അതിലൊന്നും തടഞ്ഞു നിന്നില്ല നമ്മുടെ ഒരു വികസന പദ്ധതിയും. അങ്ങനെ നിന്നുപോയിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനം കാണുന്ന നേട്ടങ്ങൾ യാഥാർത്ഥ്യമാകുമായിരുന്നില്ല. 2016 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേക സാഹചര്യമുണ്ടായിരുന്നു. വികസന പദ്ധതികൾ വലിയ തോതിൽ മുടങ്ങിയ സാഹചര്യം. എല്ലാവരിലും കടുത്ത നിരാശ. നമ്മുടെ നാട് ഇങ്ങനെയായിപ്പോയി, ഇനി ഇതിന് മാറ്റമുണ്ടാകില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. നമ്മുടെ കേരളത്തിൽ ക്ഷേമ പദ്ധതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് കടലാസിൽ മാത്രം, അനുഭവത്തിലില്ലാത്ത അവസ്ഥ വന്നു ചേർന്നു. അങ്ങനെയുള്ള കേരളത്തെ കൈപിടിച്ചുയർത്തുക, ആ ദൗത്യമാണ് 2016 സർക്കാരിന് ഏറ്റെടുക്കാനുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും വലിയ പരിമിതി നമ്മുടെ വിഭവശേഷിയുടേതായിരുന്നു. നമ്മുടെ നാടിൻ്റെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടതുണ്ടായിരുന്നു. ഓരോ രംഗത്തും
വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത്, അങ്ങനെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ആവശ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റേണ്ടത് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഏറ്റെടുക്കാനുള്ള പൂർണ്ണശേഷിയിലായിരുന്നില്ല നമ്മുടെ ഖജനാവ്. ഖജനാവിൻ്റെ ശേഷിക്കുറവ് പല പദ്ധതികളും ദശാബ്ദങ്ങളോളം വൈകുന്നതിനിടയാക്കുന്നു.